അതിൽ നമ്മൾ ഇവിടുന്ന് പോകില്ല. അതിൽ 4-5 ആൾ തീർന്നിട്ട് ഇവിടുന്ന് പോകുള്ളൂ. നമ്മളും കഷ്ടപ്പെടുന്നു. ഓർക്ക് മാത്രം തിന്നാ പോരല്ലോ. ഇവിടെ തന്നെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് തരാൻ സ്ഥലം. അവിടെ നന്നാക്കി തന്നൂടെ. ഇവിടെ 6-7 ഏക്കർ സ്ഥലമുണ്ട്. ഇവിടെ തന്നാ പോരെ. കോഴിക്കോടിന്റെ ചരിത്രം ഉറങ്ങുന്ന കോഴിക്കോട് പാളയം മാർക്കറ്റാണിത്. പുതിയൊരു മുഖച്ഛായ നൽകുവാൻ വേണ്ടിയിട്ട് കോഴിക്കോട് മാർക്കറ്റിനെ മൊത്തത്തിലെടുത്തിട്ട് കോഴിക്കോട് കല്ലിട്ടാൻ കടവിലേക്ക് മാറ്റുകയാണ്. അതും ആധുനിക സൗകര്യത്തോടു കൂടി. പക്ഷേ ഇവിടെ വർഷങ്ങളായിട്ട് കച്ചവടം ചെയ്യുന്നവര് ഇതിനെ എത്രമാത്രം ഏറ്റെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ജനങ്ങൾ അറിയണ്ടേ. ഇത് ഇവിടെ നന്നാക്കി തരണം. അതിൽ നമ്മൾ ഇവിടുന്ന് പോകില്ല. അതിൽ 4-5 ആൾ തീർന്നിട്ട് ഇവിടുന്ന് പോകുള്ളൂ. വികസനമാണ് വേണ്ടാറില്ല, അത് നല്ലതാണ്. അതിനെ കുറച്ച് അങ്ങോട്ടേക്ക് നീക്കിയിട്ട് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി എല്ലാ സൗകര്യം ഒരുക്കിയാണ്. നല്ല സൗകര്യമായി. ഇവിടെ 6-7 ഏക്കർ സ്ഥലമുണ്ട്. ഇവിടെ തന്നാ പോരെ. അതായത് മീൻ മാർക്കറ്റ്, അമ്പലം, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ സ്റ്റാൻഡ് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി വരും. ഉള്ള കച്ചവടം വരെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ കിട്ടൂല. ഇവിടെ ആകുമ്പോ ബസ് സ്റ്റാൻഡ് അടുത്താണ്. നമ്മുടെ കോഴിക്കോട് പാളയം മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മേജർ കൊമേഴ്ഷ്യൽ ഹബ്ബ് തന്നെയാണ്. വൈബ്രന്റ് മാർക്കറ്റ്സും ഷോപ്പിംഗ് സെന്റേഴ്സും പിന്നെ ഹിസ്റ്റോറിക്കൽ ലാൻഡ് മാർക്സും എല്ലാമായിട്ട്. സോ ഇനി മുതൽ നമ്മുടെ കോഴിക്കോട് പാളയം മാർക്കറ്റിന് പുതിയ മുഖമാണ്. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിന്റെയും വികസനം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ അവസ്ഥയും നമുക്കറിയാം. സോ ഇനി നിങ്ങൾ പറ, നമ്മുടെ ഈ ന്യൂ പാളയം മാർക്കറ്റിന്റെ ഭാവി എന്തായിരിക്കുമെന്ന്.